അമ്മാവ അമ്മാവന് അറിയത്തില്ല അമ്മാവ, ഇത് പ്ലാസ്റ്റിക് സർക്കാർ നിരോധിച്ച് എത്ര വർഷങ്ങളായി ഈ പ്ലാസ്റ്റിക് നിരോധിച്ചിട്ട്. അമ്മ നിയമത്തെ വെല്ലുവിളിച്ചാണോ അമ്മാവ ഈ പ്ലാസ്റ്റിക്കുമായിട്ട് അമ്മാവൻ തെരുവിലൂടെ ഇങ്ങനെ പരസ്യമായിട്ട് നടക്കുന്നത്? അമ്മാവൻ അറിയില്ല ഇത് പ്ലാസ്റ്റിക് നിരോധനമാണ്, ഇത് പ്രകൃതിക്ക് ദോഷമാണിത്. എന്നോടൊന്നും പറയണ്ട, എനിക്ക് ഈ സാധനം തന്ന കടക്കാരനോട് പോയി പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് ഈ പ്ലാസ്റ്റിക് സഞ്ചി പിടിക്കാൻ നടക്കുന്ന ഈ സാറന്മാരോടാണ്. നിങ്ങൾ കയറിയിട്ട് ഈ പാവം പിടിച്ച വഴിയോര കച്ചവടക്കാരനെ ചെറുകിട കച്ചവടക്കാരനെ കയറി പിടിച്ച് 5000 രൂപ 10000 രൂപ ഫൈൻ അടിച്ചു കൊടുക്കുക. എന്നിട്ട് അതേ സാധനം ഈ അമ്മാനെ പോലുള്ള ആൾക്കാർ റോഡേ നീളെ കൊണ്ടു നടക്കുക. അവർക്കൊക്കെ പിടിച്ച് വെറും 100 രൂപ വെച്ച് ഫൈൻ അടിച്ചാൽ മതി, അപ്പം നിൽക്കും ഈ പ്ലാസ്റ്റിക് സഞ്ചിയുടെ ഉപയോഗം. ഇത് മോശമാണ്. ഞാൻ 10 വർഷമായിട്ട് പ്രകൃതി സേവയാണ്. ഞാൻ ഈ പ്ലാസ്റ്റിക്കിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ട് നടക്കുന്ന ആളാണ്. ഇത് കാണുന്നിടത്തെല്ലാം ഞാൻ പറയും ഇതെൻ്റെ ഡ്യൂട്ടിയാണ്. ഇത് മോശമാണ്. അമ്മ ഇത്രയും പ്രായമായി, ഇത് ഭൂമി വീണാൽ നശിക്കത്തില്ല. ഈ സാധനം നമ്മുടെ പ്രകൃതിക്ക് ദൂഷം, കൃഷിക്ക് ദൂഷം, മൊത്തത്തിൽ ദൂഷ്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അമ്മ എന്താ ഇത് കൊണ്ടുപോക്കട്ടെ, ഇത് തുണിസഞ്ചിയാ, ഇത് പ്ലാസ്റ്റിക് എടുത്ത് കൂടക്കള. എന്നാ എൻ്റെ വീട്ടിൽ ഇതുവരെ ഈ പ്ലാസ്റ്റിക്കിന്റെ സാധനം ഞാൻ വീട്ടിൽ കയറ്റിയിട്ടില്ല. ഇനി കടയിൽ പോകുമ്പോൾ ഈ തുണിസഞ്ചിയായിട്ട് കാണുമ്പോൾ ഈ പ്ലാസ്റ്റിക്കിന്റെ കവർ കളയാം, ആ പ്ലാസ്റ്റിക്കിന്റെ കവർ കളയുക, നമ്മൾ ഒന്നിച്ച് സഹകരിക്കുക. ഓക്കെ ഒരു ഇൻഫർമേഷൻ പറയണം. ശരി. ഓക്കെ.